കോട്ടയം പനച്ചിക്കാട് ദക്ഷിണ മൂകാംബിക ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾ പുരോഗമിക്കുകയാണ്. ക്ഷേത്ര ദർശനത്തിന് ഭക്തജന തിരക്ക്. വിജയദശമി ദിനത്തിൽ 20,000-ഓളം കുരുന്നുകൾ ഹരിശ്രീ കുറിക്കും. മിഥുൻ അയ്യപ്പനുണ്ട് അവിടെ നിന്നുള്ള വിവരങ്ങളുമായി. മിഥുൻ, ഈ പനച്ചിക്കാട് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത ചെറുതല്ല. എങ്ങനെയാണ് അവിടെ നിന്നുള്ള കാഴ്ചകൾ? ഏറ്റവും അനുഗ്രഹീതമായിട്ടുള്ള ഒരു ഇടത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ദക്ഷിണ മൂകാംബി, തെക്കിൻ്റെ മൂകാംബിക ക്ഷേത്രം എന്നറിയപ്പെടുന്ന പനച്ചിക്കാട് ദക്ഷിണ മൂകാംബി ക്ഷേത്രം ഇപ്പോൾ ഭക്തജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇത് തന്നെയാണ് കാഴ്ച. വളരെ പ്രസിദ്ധമാണ്. കേരളത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് ഏറ്റവും പേരുകേട്ട ക്ഷേത്രമാണ് കോട്ടയത്തെ ദക്ഷിണ മൂകാംബി ക്ഷേത്രം. പ്രകൃതിയുമായി ചേർന്ന് നിൽക്കുന്ന ഒരു ക്ഷേത്രം. അതിൻ്റെ പ്രകൃതി തന്നെ ശ്രീകോവിലായിട്ടുള്ള, പ്രകൃതി തന്നെ ക്ഷേത്രമായി മാറിയിട്ടുള്ള അത്യപൂർവമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് പനച്ചിക്കാട് ദക്ഷിണ മൂകാംബിക ക്ഷേത്രം. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം എത്രത്തോളം പ്രകൃതി രമണീയമാണ് ഈ ക്ഷേത്രവും ക്ഷേത്ര പരിസരവും അതിൻ്റെ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും എന്നുള്ളത്. പ്രധാനമായും മഹാവിഷ്ണു ആണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠയെങ്കിലും തൊട്ടടുത്ത് തന്നെയുള്ള ഒരു താഴ്ന്ന പ്രദേശത്ത് ഒരു കുഴിയിൽ എന്ന വണ്ണം വിരാജിക്കുകയാണ് കൊല്ലൂർ മൂകാംബിക ദേവി. ഇവിടുത്തെ ഐതിഹ്യവും മറ്റും ദേവിയുടെ ഇത് തന്നെയാണ്. ദേവി തന്നെയാണ്, അതായത് കൊല്ലൂർ മൂകാംബിക ദേവി തന്നെയാണ് ഇവിടെ വിരാജിക്കുന്നത്. ഇവിടെ ആ ചൈതന്യം തന്നെയാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ഐതിഹ്യമെല്ലാം ഉള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ നവമിയും ദുർഗാഷ്ടമി അടക്കമുള്ള ദിവസങ്ങളിൽ മാത്രമേ വിദ്യാരംഭം ഇല്ലാത്തതുള്ളൂ എന്നുള്ളതാണ്. മറ്റുള്ള എല്ലാ ദിവസങ്ങളിലും കുരുന്നുകൾ വിദ്യാരംഭം കുറിക്കുന്ന ഒരു ഇടമാണ് പനച്ചിക്കാട് ദക്ഷിണ മൂകാംബി ക്ഷേത്രം. സരസ്വതീ ദേവിയുടെ അനുഗ്രഹ ആശിസ്സുകൾക്ക് വേണ്ടി ഇവിടെ വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ കലാ ഉപാസകർ, അവരെല്ലാം ഈ എല്ലാ വർഷവും ഇവിടെ ഈ നവരാത്രി ദിനങ്ങളിൽ ഇവിടെ എത്തുക, ഇവിടെ പ്രാർത്ഥിക്കുക, ഇവിടെ അവർക്ക് അർപ്പിക്കാൻ കഴിയുന്ന കലാ ഉപാസന, കലാ അർച്ചന അവരുടെ ഇവിടുത്തെ കലാമണ്ഡപത്തിൽ നടത്തുക എന്നതടക്കമുള്ള ഇവിടെ വർഷാവർഷം നടത്തിപ്പോരുന്ന നിരവധി ഭക്തജനങ്ങളുണ്ട്. വിജയദശമി ദിനത്തിൽ വലിയ രീതിയിൽ 20,000-ഓളം കുരുന്നുകളാണ് ഇവിടെ ആദ്യാക്ഷരം കുറിക്കാൻ എത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഇന്നലെ പൂജവെപ്പ് ചടങ്ങുകൾ നടന്നു. ഇപ്പോൾ നമ്മോടൊപ്പം ക്ഷേത്രം ട്രസ്റ്റിയായിട്ടുള്ള ശ്രീകുമാർ നമ്മോടൊപ്പം ചേരുകയാണ്. ചേട്ടാ, നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ എത്തിയിരുന്നു. ഇവിടുത്തെ എല്ലാ ചടങ്ങുകളെല്ലാം തന്നെ ഇവിടുത്തെ ദീപാരാധനയും അതിമനോഹരമായിട്ടുള്ള പൂമൂടലടക്കമുള്ള പുഷ്പാർച്ചന അടക്കമുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള ചടങ്ങുകൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഇപ്പോൾ ഇന്നത്തെ ഈ നവരാത്രിയുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള മറ്റൊരു ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ദുർഗാഷ്ടമി ദിവസമാണ്. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഇന്നത്തെ ചടങ്ങുകൾ എന്തൊക്കെയാണ്? പ്രത്യേകിച്ച് വരാനിരിക്കുന്ന വിദ്യാരംഭ ചടങ്ങുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ എങ്ങനെയാണ്? നമ്മൾ ഇന്നലെ ദുർഗാഷ്ടമി വൈകുന്നേരം വരുന്നതുകൊണ്ട് സപ്തമിയുടെ അന്ന് വൈകുന്നേരം ദുർഗാഷ്ടമി വന്നു. അതുകൊണ്ട് ഇന്നലെ പാഠപുസ്തകങ്ങളും കലോപകരണങ്ങളും ഒക്കെ നമ്മൾ പൂജയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ ഇന്നും നാളെയും വിദ്യാരംഭമില്ല. അതുകൊണ്ട് നമ്മൾ എഴുതാനും വായിക്കാനൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് വിജയദശമിയുടെ അന്ന് രാവിലെ 2 മണിക്ക് പൂജയെടുപ്പുകൾ ചടങ്ങുകൾ ആരംഭിക്കും. പൂജ 4 മണിയോടുകൂടി പൂജ എടുത്തിട്ട് ഏകദേശം 40ഓളം ആചാര്യന്മാരുണ്ടാവും. ആ ആചാര്യന്മാർ കുരുന്നുകളെ രാവിലെ 4 മണിക്ക് തന്നെ വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിക്കും. ഏകദേശം ഒരു 3 മണി 4 മണി വരെ വൈകുന്നേരം ഒരു 12 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന വലിയൊരു ഇതാണ്. അപ്പം ഞാൻ പറഞ്ഞില്ല, 20,000-ത്തിലധികം കുരുന്നുകളായിരിക്കും വിജയദശമിയുടെ അന്ന് രാവിലെ എഴുതിക്കുക. നാളെ മഹാനവമി ദർശനമാണ്. നാളെ മഹാനവമി ദർശനത്തിന് ദേവിയുടെ ചൈതന്യം മുഴുവൻ വിജയിക്കുന്ന ആ അവസാന നിമിഷത്തിൽ ദേവിയുടെ ആ വിജയദശമി ദിവസം ആഘോഷിക്കാൻ വേണ്ടി തൊട്ടടുത്ത് നിൽക്കുന്ന ആ ദേവിയുടെ ചൈതന്യം എല്ലാ ദിവസങ്ങളിലും വിജയിച്ചു. ഇനി അവസാനത്തെ ദിവസത്തെ ആ ഒരു ചെറിയൊരു തീർക്കലും കൂടെ കഴിഞ്ഞാൽ ദേവി വിജയിച്ചു, അല്ലെങ്കിൽ ആ ദാരുകനെ വധിച്ചു എന്നുള്ള ആ ഒരു ഭാവത്തിൽ ഭയങ്കര സന്തോഷത്തോടുകൂടി ഇരിക്കുന്ന ആ മഹാനവമി വൈകുന്നേരത്തെ ദീപാരാധന, ദർശനം, പുഷ്പാഭിഷേകം, അതാണ് ഈ പനച്ചിക്കാട് ക്ഷേത്രത്തിലെ പൂജകളിൽ ഏറ്റവും വലിയ പൂജ. അത് സരസ്വതി ദേവിക്ക് അർപ്പിക്കുമ്പോൾ സരസിൽ വസിക്കുന്ന, ഈ കുളത്തിൽ വസിക്കുന്ന, പ്രകൃതിയോട് ചേർന്ന് സരസിൽ വസിക്കുന്നവൾ സരസ്വതി എന്നുണ്ട്. അപ്പം സരസ്വതി നദിയാണെങ്കിലും അന്തർവാഹിനിയായി പോയി. സരസ്വതി എന്ന് പറഞ്ഞാൽ അറിവാണ്. അറിവ് എപ്പോഴും മറഞ്ഞാണ് ഇരിക്കുക. അത് നമ്മുടെ പഠനത്തിലൂടെയും കലയാണെങ്കിലും നമ്മുടെ സാധനയിലൂടെയും അങ്ങനെ തെളിഞ്ഞ് നമ്മളുടെ പ്രാക്ടീസിലൂടെ തെളിയിച്ച് വരുത്തുന്ന അവനവൻ്റെ തന്നെ കണ്ണിലേക്ക് വരുന്ന സരസ്വതി
ഇവിടെ എല്ലാ ഭക്തർക്കും താഴ്ന്നിരുന്ന് താഴ്മതാൻ അത്യുന്നതി വളരെ താഴ്മയിലാണ് ദേവി ഇരിക്കുന്നത്. ഭക്തരൊക്കെ മുകളിലാണ്. അങ്ങനെ ഒരു ക്ഷേത്രവും വേറെ എങ്ങും ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ അങ്ങനെ താഴ്മതാൻ അത്യുന്നതി എന്നുള്ള നമുക്ക് ആപ്തവാക്യങ്ങൾ ഇവിടെ അന്വർത്ഥമാക്കി തരുന്നു. മറഞ്ഞിരിക്കുന്ന ഈ വള്ളി ഇവിടെ ഈ വള്ളിക്കുടിലിൽ മറിഞ്ഞാണ് സരസ്വതി ദേവിയുടെ മൂലബിംബം ഉള്ളത്. ജ്ഞാനം മറിഞ്ഞാണ് ഇരിക്കുന്നത്. പക്ഷേ അത് നമ്മൾ ദേവിയെ കാണണമെങ്കിൽ നമ്മൾ നല്ലോണം പഠിക്കണം, അല്ലെങ്കിൽ കലയാണെങ്കിൽ നല്ലോണം പ്രാക്ടീസ് ചെയ്ത് നല്ലോണം ആവണം. എങ്കിൽ മാത്രമേ നമുക്ക് അത് നമ്മളുടെ കഴിവിനനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് ദേവി നമ്മളിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കും. സരസ്വതി ദേവി എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായിട്ടും വിഷ്ണുപതി സരസ്വതിയായിട്ട്, വിഷ്ണുപാദത്തിലുള്ള സരസ്വതി, ആ സങ്കല്പത്തിലും സരസ്വതി ഇവിടെയാണ്. കൊല്ലൂർ മൂകാംബി എന്ന് വന്ന ചൈതന്യം, സരസിൽ വസിക്കുന്നവൾ, ജ്ഞാനമാകുന്ന സരസ്വതി, മൂടിയിരിക്കുന്ന അറിവ് മൂടി ആ സരസ്വതി, അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഭക്തജന ഹൃദയങ്ങളിലേക്കും കുരുന്നുകൾ അക്ഷരം പാഠപുസ്തകങ്ങൾ പൂജ വെച്ച സരസ്വതി മണ്ഡപവും, കുരുന്നുകളെ എഴുതിക്കാനുള്ള വിദ്യാമണ്ഡപവും, കലോപാസന നടത്താനുള്ള കലാമണ്ഡപവും എല്ലാം ഒരു സങ്കേതത്തിൽ വളരെ തൊട്ടു ചേർന്ന് നിൽക്കുന്ന അപൂർവമായിട്ടുള്ള ഒരു കാഴ്ച. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപൂർവമാണ്. പ്രധാനപ്പെട്ട പ്രതിഷ്ഠയും ഒപ്പം തന്നെ മറ്റൊരു പ്രതിഷ്ഠയും കൂടി ഇത്തരത്തിൽ സരസ്വതി ദേവിയുടെ പേരിൽ ഈ ക്ഷേത്രം അറിയപ്പെടുന്ന ഒരു ഐതിഹ്യവും എല്ലാം ഉണ്ടല്ലോ. മാത്രമല്ല ഇവിടെ എത്തിച്ചേർന്ന ഇവിടെ ഓരോരുത്തരോടും നമ്മൾ ഇതിൻ്റെ അനുഭവങ്ങളെല്ലാം ചോദിക്കുമ്പോൾ എല്ലാ വർഷവും വീണ്ടും വീണ്ടും എത്തിക്കുന്ന ഒരു വലിയൊരു കാന്തികമായിട്ടുള്ളൊരു അനുഭവം ഇവിടെയുണ്ട്. അവരെല്ലാം വീണ്ടും ഈ ക്ഷേത്ര സങ്കേതത്തിലേക്ക്, ഒരു നവരാത്രി ദിവസത്തിലേക്ക്, ഒരുപക്ഷെ എല്ലാ ദേവീക്ഷേത്രങ്ങൾക്കും ഉള്ളതാണ്. നമുക്ക് ഒരിക്കൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെയും ഒരു വർഷത്തെ തൊട്ടടുത്ത വർഷം വീണ്ടും എത്തണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാകും. അത് ദേവി ഇങ്ങനെ തിരികെ വിളിക്കുമെന്നുള്ളൊരിതുണ്ട്. ഇവിടെ എത്തുന്നവർക്ക് അത് തന്നെയാണ് പറയാനുള്ളത്. ഇവിടെ വഴിപാടുകൾ കഴിക്കുന്നവരായിട്ട് ഇവിടെ എത്തി ദർശനം നടത്തി പോകുന്നവർക്കൊക്കെ ആ അനുഗ്രഹം കിട്ടിയതിൻ്റെയൊക്കെ ഒരുപാട് 100 നാവാണ് ഇവർക്കെല്ലാം. അതിൻ്റെ ഒരു കാരണമല്ല ചോദിക്കുന്നത്, ഒരുപാട് കാരണങ്ങൾ. ഒന്ന് ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഇവിടെ വളരെ ഇതായിട്ട്. ഇവിടെ ആൾക്കാർ സാധാരണ ഇതൊക്കെ വന്നാൽ ടെൻഷനൊന്നും ചെയ്യിക്കാറില്ല. എല്ലാം നമ്മൾ ഭക്തർക്കിടക്ക് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്ന സൗകര്യങ്ങളാണ്. പാർക്കിങ്ങിനാണെങ്കിൽ യാതൊരുവിധ ചാർജുകൾ മേടിക്കാറില്ല. വഴിപാടുകൾ നോക്കിയാൽ അറിയാം, 150 രൂപയാണ് ഏറ്റവും വലിയ പൂജയായ സരസ്വതി പൂജയുടെ. 151 രൂപ അടച്ചാൽ മതി. അവർക്ക് ഏറ്റവും വലിയ പൂജ ഇവിടെ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ അന്നദാനങ്ങൾ നടത്തുമ്പം ഭക്തരുടെ കയ്യിൽ നിന്ന് ഒരു പൈസ പോലും അവർ തരുന്ന കാണിക്കുക ഇവിടെ വഴിപാട് അവരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ വിനിയോഗിക്കുന്നു. അവരുടെ വഴിപാട് കഴിക്കുന്നത് യഥാശക്തി. അമ്മയ്ക്ക് ഒരു പൂവ് എടുത്ത് വെച്ചാലും ഭഗവതിക്ക് അത് തൃപ്തിയാണ്. അവരൊരിക്കലും പൈസ കൊടുത്ത് വഴിപാട് കഴിക്കണമെന്ന് പറയണില്ല. പക്ഷേ അവർ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾ, പക്ഷേ അവർ തരുന്ന ഓരോ പൈസയും അവരുടെ കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രം വിനിയോഗിക്കുക. അങ്ങനെ ആത്മാർത്ഥമായിട്ട് കഴിഞ്ഞ 40 കൊല്ലം ആയിട്ട് ഒരേ ആൾക്കാർ ചിലവർ ഞങ്ങളുടെ 3 ഇല്ലക്കാരുടെ ട്രസ്റ്റി ആയിട്ടാണെങ്കിലും ഇവിടുത്തെ സന്നദ്ധ സംഘടനകളുടെയും NSS ആണെങ്കിലും SNDP ആണെങ്കിലും വിശ്വകർമ്മ മഹാസഭയാണെങ്കിലും ധീരസ്, അങ്ങനെ ഇവിടുത്തെ മുഴുവൻ നാട്. കാരണം അവർക്കൊക്കെ അറിയാം അവരെ നമ്മൾ പണം പിരിക്കാനായിട്ട് പുറത്തേക്ക് വിടുന്നില്ല. അവർ നാട്ടുകാരിൽ നിന്ന് പൈസ പിരിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇവിടെ വരുന്ന ഓരോ വഴിപാടുകളും അവരുടെ വിവിധ സൗകര്യങ്ങൾക്കും ഇവിടുത്തെ ട്രസ്റ്റി ആയിട്ടുള്ളവരാണ് ഇവിടെ പൂജ കഴിക്കുന്നത്. കാരണം അവരവരുടെ ജോലി എടുക്കുകയാണ്. ഒരിക്കലും അതുകൊണ്ടൊക്കെ തന്നെ സരസ്വതി ദേവിയുടെ പിന്നെ വരുന്നവർക്ക് അനുഗ്രഹം കിട്ടുക. ഇവിടുത്തെ സാങ്കേതികമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ഇവിടെ കൗണ്ടറിലൊക്കെ ഇരിക്കുന്നത് ഇവിടെ വിദ്യാരംഭം നടത്തി പഠിച്ച് മിടുക്കരായിട്ടിരിക്കുന്നവർ ഈ കാലങ്ങളിൽ ലീവ് എടുത്ത് വന്നിട്ട് ഇവിടെ സർവീസ് ചെയ്യുകയാണ്. അപ്പോൾ അവർ എൻജിനീയേഴ്സ് ആയിട്ടുണ്ടാവും, ഡോക്ടേഴ്സ് ആയിട്ടാകാം, പിന്നെ അക്കൗണ്ട്സിലുണ്ടാവും. അവരൊക്കെ പറ്റണ മേഖലകളിൽ അവരിതൊക്കെ പാചകമായിട്ട് ചെയ്യുന്നവരുണ്ടാകും. നമ്മുടെ ഷെഫുമാരാണ്. അവരുടെ തന്നെ സർവീസും നമുക്ക് കിട്ടുന്നുണ്ടാവും പോലെ. അങ്ങനെ ഭക്തരുടെയും ജനങ്ങളുടെയും ദേവിയുടെ അനുഗ്രഹത്തോടുകൂടി ഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി അത് കിട്ടുന്നതുകൊണ്ട് ഇത് നമുക്ക് നന്നായി നടത്തുവാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. പനച്ചിക്കാട് ദക്ഷിണ മൂകാംബിക ക്ഷേത്രത്തിൽ നിന്നുള്ള തത്സമയ വിവരങ്ങളും ദൃശ്യങ്ങളും ഒക്കെയാണ് ഞങ്ങളുടെ പ്രതിനിധി മിഥുൻ അയ്യപ്പൻ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്.